NSS ക്യാമ്പിൻ്റെ ഇടയിൽ വേറൊരു ക്യാമ്പ് അല്ലേ? നിങ്ങളുടെ സുഹൃത്തിന്റെ കണ്ണിലേക്ക് നോക്കി കണ്ണിലേക്ക് നോക്കി കണ്ണിലേക്ക് നോക്കി. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ ക്യാമ്പിൻ്റെ അവസാന ദിവസമായ 7ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ ടെൻറ്റിലൊക്കെയാണ്. എണീച്ചു, നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. നമ്മളിന്ന് എണീക്കാൻ നേരം വയ്യോണ്ട് ജൂനിയേഴ്സിൻ്റെ ജോഗിങ് ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അവരൊക്കെ എന്തോ വർക്കിന് ഇറങ്ങിക്കുന്നു തോന്നുന്നുണ്ട്. പഴം ഉപ്പ് ഇതിന് ടച്ചിങ്സ് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്യാസ് നേരെ തിന്നാണ്ടാവും. ഈ ആവാജ് അപ്പച്ച വീട് കിട്ടി. സാറേ, ചളിത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചളി കുളിക്കൽ ക്യാമ്പിലെ ഒരു ദേശീയോത്സവമാണ്. കാലങ്ങളായിട്ട് അത് നിങ്ങൾ കുളിച്ചതിന് ശേഷം പിന്നെ മേലെ വെള്ളം പറഞ്ഞോ? കുറച്ച് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചളിയാണില്ല, ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അതൊരു കാലങ്ങളായിട്ടുള്ള ഒരു കിഴവാക്കാണ്. ഒരു 10 വർഷത്തോളായിട്ട് സാധാരണ അത് രാത്രിയിലാണ് ഉണ്ടാവല്.
ഇക്കൊല്ലം ഭാഗ്യത്തിന് കഴിഞ്ഞ 2 വർഷം നമ്മളുടെ കഴിഞ്ഞുള്ള രാത്രി അല്ലേ പകലാണ് സാധനം ഉള്ളത്. അതുകൊണ്ടുള്ള മുമ്പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ ഒരു കോളേജിൽ ക്യാമ്പ് എടുക്കുമ്പോൾ നമ്മൾ കോളേജിന്റെ ക്യാമ്പ് തന്നെയാണ്. വേറെ കോളേജിൽ വെച്ചിട്ടാണ് കൽപ്പന കൊണ്ടുണ്ട് പോലെ. അന്നൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ കോളേജിന്റെ ഫ്രണ്ട് കയറണം. ചെക്ക് പോസ്റ്റ് കെട്ടിയിട്ടാണ് എന്നെ പണ്ട് ചളി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൈയെല്ലാം കെട്ടിട്ട് കയ്യും കാലും കെട്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോയിട്ട് അതിന്റെ പാന്റ് വരെ ഉള്ളിലോട്ട് വരെ ഇട്ടില്ല. പിന്നെ ഞാൻ പാന്റ് ഒഴിവാക്കി തുണിയാക്കിയത് ഇനി ആക്കുകയാണെങ്കിൽ തന്നെ ഈസി രാവിലെ ഞാൻ കോസ്റ്റ്യൂം മാറ്റിയിട്ട് റെഡി ആയിരുന്നതാണ്. അപ്പൊ ഞാൻ എന്തായാലും വരുവേനും. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അവർക്ക് പിടിക്കാൻ വേണ്ടി ഞാൻ ഒരു ഡെലിബറേറ്റ് ആയ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കുട്ടികളെ എന്റർടൈൻ ചെയ്യട്ടെ. ഇതാണ് നമ്മൾ കുളിക്കുന്ന സ്പോട്ട്. ഇതല്ല, അപ്പുറത്ത് മോള് വേറെ നല്ല സ്പോട്ട് ഉണ്ട്, കാണിച്ചു തരാം. സാറ് പറഞ്ഞ് ഞാൻ എക്കണോമിക്സ് പഠിച്ച കുട്ടികൾ ഇങ്ങനെ അങ്ങനെയൊന്നും ചെയ്യൂലെന്നൊക്കെ പറഞ്ഞു. സാറെ കോലെന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിയാറ് സാറെ കോല കണ്ടില്ല. ഞങ്ങൾ ഇവിടെ ഒന്നും കുളിക്കുന്നില്ല ഗൈസ്. ഞങ്ങൾ വേറെ സ്പോട്ടിലേക്ക് പോവാണ്. അതെ, ഇവിടെ തിരക്കാണ്, കുറേ ആൾക്കാരുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിൽക്കോലം റെഡി ആക്കണമെങ്കിൽ ഇവിടെ നടക്കും തോന്നില്ല. വീടേ കിട്ടില്ലടോ. നമ്മളിവിടെ ഉള്ള ഒരു പോയല്ലേ, ഇവിടെ പോയേക്കാണ് പോണത്. പോയാന്നല്ല പറയാം, എന്താ പറയുക, ഇനി വലിയൊരു അരുവി പോലത്തെ സ്ഥലം. നമ്മൾ പോയ സ്ഥലത്തേക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ എന്താ പറയുക, തോട്ടയും ജാതിക്കത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകും. ഓഫ് റോഡാണ് ഇവിടെ അങ്ങോട്ട്. നല്ലൊരു കണ്ടന്റ് കിട്ടും. സാറിനാർ വന്ന് വീട്ടിലെങ്കിൽ സാറേ ജുപ്പിറ്റർ കയറുന്നുണ്ട് ഗൈസ്. ബുള്ളറ്റ് അവിടെ സ്റ്റോപ്പായി. സാറും മക്കളാന്നൊക്കെ പറയേണ്ടി വരും. കാട്ടാനയെ പോലെ പോകുന്ന ഈശാൻ. ഷാനെ NSS ക്യാമ്പിന്റെ ഇടയിൽ വേറൊരു ക്യാമ്പ് അല്ലേ? ചായ ഉണ്ടോ? എന്താ പയമ്പരിയാ? ചോറൊന്നുമില്ലേ? ചോറൊന്നുമില്ലെന്നറിയാം. ഇവിടെ ഫാമിലി വന്ന് ഞാൻ പോയി നമ്മൾ തന്നതാണ്. പയമ്പരി, ചായ. എന്നത്തിലാണോ? ഞങ്ങൾ പോവാണ് ഗൈസ്. നല്ല തണുത്ത കാറ്റടിക്കും.
തണുത്ത കാറ്റും തണുത്ത വെള്ളമൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫാമിലി നമുക്ക് ചായ ഒക്കെ തന്നു. ചായ നല്ല അടിപൊളി പഴംപൊരിയും പിന്നെ മറ്റേതും ഒരു ചട്ടിപ്പത്തിരി ഇട്ടില്ലെങ്കിൽ ഇത് കയറാൻ അങ്ങനെയില്ല. അപ്പോൾ ഇതിലേക്ക് പഴംപൊരി മാത്രമേ ഇട്ടില്ല. ഒരു പഴംപൊരി നല്ല ചട്ടിപ്പത്തിരി നല്ല ചായയും ഇതെല്ലാം ചായയും പഴംപൊരിയും കിട്ടി. പിന്നെ സോപ്പും. നല്ല അടിപൊളി ഫാമിലി അല്ലേ? അതിൽ മൊത്തം നല്ല എല്ലാവരും കൂടി വന്നതാണ്. നമ്മളെ ആട്ടാരന്നാ നമ്മളെ ആട്ടാരാ വീടുള്ളല്ലോ. പുള്ളിക്കാപ്പറമ്പ് എൻ്റെ ആട്ടാർ എൻ്റെ ആട്ടാർ റിനോസിൻ്റെ എൻ്റെ മാവര്. പിന്നെ ഏതായാലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പോവാണ്. ഏകദേശം ചളിയൊക്കെ പോയിക്കണമെന്ന് വിചാരിക്കുന്നു. ബാക്കി പാടത്തിൽ കുളിമുറിയിൽ നിന്ന് സോപ്പ് വെച്ച് കുടിക്കാം. ഇനിയും കുളിക്കണം. ഞാൻ കുളിക്കേണ്ടി എന്നാൽ ഇനിയും കുളിക്കും. അപ്പോൾ ഓക്കെ, അങ്ങനെ പോട്ടെ. തമ്മിൽ നമുക്ക് ഇത് ഞങ്ങൾ തമ്പനയിൽ ഇടാൻ വിചാരിക്കുന്നത് MES വിദ്യാർത്ഥികൾ സാറുമാരോട് ചെയ്തത് കണ്ടോ സീന്. സാറുമാരെടുത്ത് ചളിയത്തിലിട്ട് കെട്ടിയിട്ട് ചളിയത്തിലിട്ടിട്ട് ഒരേ കൊണ്ടുപോയി കുളിപ്പിച്ചു. 1, 2, 3, 4, 5. Okay, fine. നേരെ തിരിക്കണേ. തമ്പുരത്തിനും മുമ്പെകരിങ്ങൾ തകതകതാത്തിനന്തകത്തെയ്താരും തകരിനന്തകത്തെയ്താരും താത്തിനന്തക തകരിനന്തക 7, 6, 5, 4. ഇനി അനങ്ങുകയോ സംസാരിക്കുകയോ ചെയ്ത ടീമിനെ നോക്കൂല. നമുക്ക് ചടച്ചോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും NSS കാരണം കേറിയേ പറ്റൂ. മൊബൈലൊക്കെ കാണികളെല്ലാം മൊബൈൽ സെന്ററായിക്കൊണ്ടോ കേറിയേ പറ്റൂ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇടിച്ചു കുത്തി റെക്കമെൻഡേഷൻ കിട്ടാവുന്ന ആളുകളെ പിടിച്ചിട്ടോ. 1ാമത്തെ വർഷത്തെ കയറി നോക്കി, അന്ന് കയറാൻ പറ്റാത്തതും 2ാമത്തെ വർഷം പിൻവാതിലൂടെ കയറി നോക്കി. എന്നിട്ട് ഇവരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിൽ മുമ്പ് കണ്ടിട്ട് സംസാരിക്കാണ്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഇനി എന്നും കാണുട്ടോ, എന്നും സംസാരിക്കും, എന്നും കാണണം. കൂട്ടുകാരാ, നന്ദി. എൻ്റേതായത് ചേർത്ത് പിടിച്ചത്, കൂടെ നിന്നത്, ഹൃദയത്തോടടുപ്പിച്ചത്, സ്നേഹിച്ചത്, ഇഷ്ടപ്പെട്ടത്, എല്ലാമായത്. നമ്മൾ അടിച്ചു പൊളിച്ചു മുന്നോട്ട് പോയി. ചെറിയ ബോറിംഗ് ഒക്കെ ആയിരുന്നു. വർക്ക് എന്താവും അറിയില്ല, ക്യാമ്പ് എങ്ങനെ പോകുന്ന അറിയില്ല, കുറെ ആളുകളെ പരിചയമില്ല. ഗ്രൂപ്പ് തിരിച്ചപ്പോ തന്നെ ചെറിയ പിന്നെ മെല്ലെ 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 നമ്മള് ആസ്വദിക്കാൻ തുടങ്ങി. ഭക്ഷണപ്പുരയില്, ക്ലീനിങ്ങില്, വർക്കില് നമ്മൾ പുതുമ കൊണ്ടുവരാൻ തുടങ്ങി. സംസാരിക്കാത്ത ആളുകള് സംസാരിച്ചു തുടങ്ങി. ഭംഗിയുള്ള ദിവസമായിരിക്കുന്ന ക്യാമ്പിന് വരുന്നതിന് മുമ്പ് തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്. സീനിയേഴ്സ് ഒക്കെ പറയണേക്കാം ഇത് ഭയങ്കര സംഭവമാണ്, ഉഷാറാണ്, ഷാഫി സാർ ക്യാമ്പ് തകർക്കും. നമ്മൾ തകർത്തു. വയ്യാണ്ടായപ്പോ നമ്മൾ ചേർത്ത് പിടിച്ചതുണ്ടല്ലോ, നമുക്കിനി എന്നും ഉണ്ടാവണം. പ്രിയപ്പെട്ട സുഹൃത്തെ, നന്ദി. ഒരുപാട് സന്തോഷം. മറക്കാതെ മുന്നോട്ട് പോകും. ഒരിക്കലും മറക്കൂലട്ടോ. നന്ദി. ഒന്ന് കെട്ടിപ്പിടിക്കുക കൂട്ടുകാർ.
നിർത്തിയ ഏറ്റവും രസമുള്ള ഒരു കാലത്തിലൂടെ യാത്ര ചെയ്തതുകൊണ്ടാണ്, നമ്മൾ അതിനെ ആസ്വദിച്ചതുകൊണ്ടാണ് നമുക്ക് സങ്കടം പറ്റി. ആ യാത്രയിൽ കഴിഞ്ഞ 7 ദിവസം നമ്മൾ അത്ര ആഴത്തിൽ ബന്ധമുണ്ടായത് കൊണ്ടാണ്, നമ്മുടെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പിയത് കൊണ്ടാണ് ആ തുളുമ്പിയത് മുഴുവൻ പുറത്തേക്ക് വരും. നിറഞ്ഞതേ കവിഞ്ഞൊഴുകും. നിങ്ങൾക്ക് എന്താണ് തിരിച്ചറിയാൻ പറ്റിയത്? നിങ്ങൾ ഇത്ര സ്നേഹത്തിൽ ഇഷ്ടത്തിലായിരുന്നു കഴിഞ്ഞ 7 ദിവസം. കുട്ടികളെ ഇതൊന്ന് കാണിച്ചാൽ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയെടുത്തത്. നിങ്ങൾ എത്ര സ്നേഹിച്ചിരുന്നു, നിങ്ങൾ 7 ദിവസത്തെ എത്ര ആസ്വദിച്ചിരുന്നു നിങ്ങളെ ബോധ്യപ്പെടുത്താണ്ടേ ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാൽ. അങ്ങനെ തോൽക്കുന്നൊന്നും വിട്ടുകളയും. മരണം വരെ ഈ ബന്ധവും സ്നേഹവും ഒക്കെ കൊണ്ടുനടക്കണം. പ്രയാസപ്പെടുന്ന എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കണം. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹപാഠിക്കും സഹപ്രവർത്തകനും സഹജീവിക്കും നമ്മൾ തണലാണ്. നമ്മൾ വെറുതെ പറഞ്ഞല്ല തമ്മിലും ഏറ്റവും നല്ലൊരു ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു മൊമെന്റ് എനിക്ക് തന്നതിന് നിങ്ങൾ 94 പേരോടും, നാസർ സാർ ഉൾപ്പെടെ കേട്ടോ 94 പേരോടും അത്രമേൽ കടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. നമ്മളൊരു പാട്ട് പാടാൻ പോവാണ്. ഹാഫി സാർ പാട്ട് പാടിയില്ലെങ്കിൽ മനസ്സിലാവില്ല. എനിക്ക് നിർത്താം. പാട്ട് ഞാൻ മാത്രമല്ല നമ്മൾ പാടാൻ. ഓക്കെ, നിങ്ങൾക്ക് വലിയ കറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല രസകരമായിട്ട് പാടി ഭംഗിയായിട്ട് പോണം. കൂട്ടുകൂടാം കൂട്ടരെ ഒരു പാട്ടു പാടാനറിയാമോ? പാട്ടു പാടാനറിയില്ലെങ്കിൽ താളമൊന്നു പിടിക്കാമോ? കൈതാളമൊന്നു പിടിക്കാമോ? കൂട്ടുകൂടാം കൂട്ടരെ ഒരു പാട്ടു പാടാനറിയാമോ? പാട്ടു പാടാനറിയില്ലെങ്കിൽ താളമൊന്നു പിടിക്കാമോ? കൈതാളമൊന്നു പിടിക്കാമോ? പാട്ടല്ല പാട്ടല്ല പാട്ടായ പാട്ടും പാട്ടല്ല, പാട്ടിലും പാട്ടായ പാട്ടത് കേട്ടാൽ പിന്നെ മറക്കൂല, കേട്ടാൽ പിന്നെ മറക്കൂല. പാട്ടല്ല പാട്ടല്ല പാട്ടായ പാട്ടും പാട്ടല്ല, പാട്ടിലും പാട്ടായ പാട്ടത് കേട്ടാൽ പിന്നെ മറക്കൂല, കേട്ടാൽ പിന്നെ മറക്കൂല. പൂവല്ല പൂവല്ല പൂവായ പൂവും പൂവല്ല, പൂവിലും പൂവായ പൂവത് ചൂടിയാൽ പിന്നെ വാടൂല, ചൂടിയാൽ പിന്നെ വാടൂല. പൂവല്ല പൂവല്ല പൂവായ പൂവത് ചൂടിയാൽ വാടൂല, ചൂടിയാൽ പിന്നെ വാടൂല. കൂട്ടുകൂടാം കൂട്ടരെ ഒരു പാട്ടു പാടാനറിയാമോ? പാട്ടു പാടാനറിയില്ലെങ്കിൽ താളമൊന്നു പിടിക്കാമോ? കൈതാളമൊന്നു പിടിക്കാമോ? ആണല്ല ആണല്ല ആണായ ആണും ആണല്ല, ആണിനും ആണായ ആണിനെ കണ്ടാൽ പിന്നെ മറക്കൂല, കണ്ടാൽ പിന്നെ മറക്കൂല. ആണല്ല ആണല്ല ആണായ ആണും ആണല്ല, ആണിനും ആണായ ആണിനെ കണ്ടാൽ പിന്നെ മറക്കൂല, കണ്ടാൽ പിന്നെ മറക്കൂല. ഓ പെണ്ണല്ല പെണ്ണല്ല പെണ്ണായ പെണ്ണും പെണ്ണല്ല, NSS ക്യാമ്പ് മറക്കൂല, NSS ക്യാമ്പ് മറക്കൂല. ക്യാമ്പല്ല ക്യാമ്പല്ല ക്യാമ്പായ ക്യാമ്പും ക്യാമ്പല്ല, ക്യാമ്പിലും ക്യാമ്പായ ക്യാമ്പ്. NSS ക്യാമ്പ് മറക്കൂല, NSS ക്യാമ്പ് മറക്കൂല. കൂട്ടുകൂടാം കൂട്ടരെ ഒരു പാട്ടു പാടാനറിയാമോ? പാട്ടു പാടാനറിയില്ലെങ്കിൽ താളമൊന്നു പിടിക്കാമോ? കൈതാളം ഒന്നു പിടിക്കാമോ?
സാറോടുണ്ട് സാറേ കുട്ടികളെ കരയിപ്പിച്ചിട്ട് കണ്ട് എല്ലാരും വാ എന്റെ പേര് വായിക്കേ വാ 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 നാളെ പോവാ ഇല്ല ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് തരാൻ. അപ്പോ ചെറിയ പ്രശ്നം ഒരു മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ഏത് വിഷയത്തിലാണോ ചെറിയ തോതിലാണെങ്കിലും അപ്പൊ ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പൊ അച്ഛൻ സാറിനാണെങ്കിലും ഞങ്ങൾ കാരണം ഉറക്കും കാര്യമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ കുറെ നേരമൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങിക്കോട് ഞങ്ങൾ ആലോചിച്ച് പേടിക്കേണ്ട പക്ഷേ മുമ്പൊരു ഉറങ്ങാൻ ഞങ്ങൾക്ക് വേണ്ടി കാത്തുന്നു. അപ്പൊ ഞങ്ങളെല്ലാം സോറി പറയാണ്. ഫോട്ടോ വീഡിയോ